ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും പതിവ് പോലെ വിളക്കൊന്നും കൊളുത്താതെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുമല്ലോ. വിളക്ക് കൊളുത്തുന്നില്ലെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ മനസ്സിന് ഭയങ്കര അസ്വസ്ഥത തോന്നുമെന്ന് പറയാറുണ്ടല്ലോ. അത് എനിക്ക് ചില ദിവസം ഉണ്ടാകാറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ സമയം ഓം നമഃ ശിവായ ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലാറുണ്ട്. അപ്പം ഈ മനസ്സിൽ നിന്നുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറിപ്പോകാറുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പം വല്ലാത്ത നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെ നാമം ചൊല്ലുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുട്ടികളെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ മക്കൾ, അത് ആണായാലും പെണ്ണായാലും, അവരെ നല്ല കോൺഫിഡൻസോടു കൂടി വളർത്താൻ ശ്രമിക്കണം നമ്മൾ. അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും ചെയ്യേണ്ടത് പേരൻസിൻ്റെ കടമയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കരുത്, ഇവനോട് സംസാരിക്കരുത്, ഇവളോട് സംസാരിക്കരുത്, പിന്നെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും വയ്ക്കാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നിബന്ധന വെച്ച് കുഞ്ഞുങ്ങളെ വളർത്തി കഴിയുമ്പോൾ അവർക്കത് മുൻപോട്ടുള്ള ഭാവിയിൽ അവരെ അത് ബാധിക്കും. അവർക്ക് കോൺഫിഡൻസ് കുറയുകയും ആത്മവിശ്വാസം ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യത്തിനായാലും നമ്മൾ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും അവരുടെ കൂടെ നിന്ന് എല്ലാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അച്ഛനും അമ്മയുടെയും ആഗ്രഹങ്ങൾ, അത് എൻ്റെ കുട്ടിക്കാലത്തല്ലേ എനിക്ക് പഠിക്കുമ്പോൾ അത് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് എൻ്റെ മക്കളിലൂടെ ആഗ്രഹം നേടിയെടുക്കണം എന്നും പറഞ്ഞ് അവരോട് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ പറയരുത്. അവർക്കതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവരെ അത് ചെയ്യാൻ പറയുക, അല്ലാതെ നിർബന്ധിക്കരുത്. അങ്ങനെ എൻ്റെ ആഗ്രഹമായിരുന്നു, അതെനിക്ക് നിന്നിലൂടെ സാധിച്ചെടുക്കണം എന്ന് പറഞ്ഞ് അവരെ ഒരു കാര്യത്തിനും നിർബന്ധിക്കാൻ പാടില്ല. നമ്മൾക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യം അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അവരുടെ ഭാവിയിൽ അവരെന്തായി തീരണമെന്ന് അവരാഗ്രഹിക്കും. അവരത് നേടിയെടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ ആഗ്രഹം നിങ്ങളിലൂടെ എനിക്കത് നേടിയെടുക്കണമെന്ന് കരുതി അവരെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് പേരൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ. ഞാനും എൻ്റെ മകളോട് പറയുമായിരുന്നു, എനിക്ക് നല്ലൊരു അഗ്രികൾച്ചർ ഓഫീസർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ച്, പക്ഷേ എനിക്കത് സാധിച്ചില്ല, നീ അങ്ങനെ പഠിക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അവൾക്കതിലൊരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാനത് നിർബന്ധിച്ചുമില്ല. അങ്ങനെ ആരായാലും അങ്ങനെ നിർബന്ധിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ചില മക്കളുമാരങ്ങനെ പറയാറുണ്ട്, എൻ്റെ അച്ഛൻ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛനത് സാധിക്കാൻ പറ്റാത്തത് എനിക്ക് സാധിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്ന മക്കളൊക്കെ അത് ശരിയാണ്, അവർക്കത് സാധിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കത് നേടാനും സാധിക്കില്ല, അവരുടെ ജീവിതം നശിച്ചു പോവുകയുള്ളൂ. അവരാഗ്രഹിച്ചത് ചിലപ്പം വേറെ എന്തെങ്കിലും ആയി തീരാനായിരിക്കും. അപ്പം നമ്മളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവരതിലോട്ട് പോയാൽ അവർക്കതിൽ നാളെ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മക്കളെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്ത് തരണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാനോ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യിക്കാനോ ശ്രമിക്കാതിരിക്കുക. അവരുടെ കുട്ടിക്കാലവും അവരുടെ ടീനേജും എല്ലാം അവർ എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ. ഒരുപക്ഷെ നമുക്കത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ മക്കൾ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവരെ നിർബന്ധിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.